എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർപ്രൈസ് OTT കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയെ കുറിച്ചാണ്. വിജയ് സേതുപതി, മഞ്ജു വാര്യർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ഇന്ന് ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങി എല്ലാ ഭാഷകളിലും റിലീസായിരിക്കുകയാണ്. വിടുതലൈ പാർട്ട് 2 എന്ന സിനിമ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എമക്ക് തൊഴിൽ റൊമാൻസ് എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അശോക് സെൽവനാണ് സിനിമയിലെ നായകൻ. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇപ്പോൾ ഈ സിനിമ വന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു വിദേശ സൈറ്റിലൂടെയാണ് സിനിമ OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസുകാരൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഷൈനികം തമിഴ് അഭിനയിച്ച സിനിമയായിരുന്നു മദ്രാസുകാരൻ. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യ വാരമായിരിക്കും മദ്രാസുകാരൻ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മനോരാജ്യം എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും മനോരാജ്യം എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ 2 എന്ന സിനിമയെ കുറിച്ചാണ്. പുഷ്പ 2 വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ സിനിമയുടെ റീലോഡർ വെർഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അതിന്റെ HD പ്രിന്റ് വന്നിരിക്കുകയാണ്. പുഷ്പ 2 ഒഫീഷ്യൽ റിലീസ് ജനുവരി 30 നെറ്റ്ഫ്ലിക്സിലാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഭാവന നായിക സിനിമയായിരുന്നു ഹണ്ട്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഇപ്പോഴിതാ ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമിലാണ് ഹണ്ട് വരുന്നത്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതിനുള്ളിൽ ഹണ്ട് ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയെ കുറിച്ചാണ്. എക്സ്ട്രാഡൈസൺ എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാമിലി മൂവിയാണ്. സുരാജാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ ED എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവാൻ പോവുകയാണ്. ഇതൊരു കോമഡി മൂവിയാണ്. അടുത്ത ആഴ്ച ED എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ കുറിച്ചാണ്. വലിയൊരു ഹൈപ്പോട് കൂടിയാണ് ബാന്ദ്ര തിയേറ്ററിൽ എത്തിയത്. പക്ഷെ സിനിമ പരാജയപ്പെട്ടു. തമനയാണ് സിനിമയിലെ നായിക. ഇപ്പോഴത്തെ ദിലീപിന്റെ ബാന്ദ്ര എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമിലാണ് സിനിമ വരുന്നത്. ഈ ആഴ്ച തന്നെ ബാന്ദ്ര സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസ് ആകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആമസോണിൽ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ട് കുറച്ച് നാളായി. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയെ കുറിച്ചാണ്. ആസിഫ് അലി, അനശ്വര രാജനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലാസിക് സിനിമയാണ് രേഖാചിത്രം. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ രേഖാചിത്രം OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഫെബ്രുവരി ആദ്യ വാരമായിരിക്കും സിനിമയുടെ റിലീസ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചതാണ്. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർക്കോ സിനിമ വേഗത്തിൽ തന്നെ നെറ്റ്ഫ്ലിക്സിൽ റിലീസായേക്കും. ജനുവരി 30 മാർക്കോ വരാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.